ശബരിമല അയ്യപ്പന് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്ന തങ്കാങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. രാവിലെ 7 മണിക്കാണ് ഘോഷയാത്ര ആരംഭിക്കുക. പുലർച്ചെ 5 മണി മുതൽ തന്നെ വിശ്വാസികൾക്ക് തങ്കാങ്കി ദർശിക്കാനുള്ള അവസരം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എത്തരത്തിലാണ് ചടങ്ങുകൾ? ഗുഡ് മോർണിംഗ് ആതിര. രാവിലെ 5 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഈ തങ്കയങ്കി ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. 7 മണിയോടെയായിരിക്കും ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുക. തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണമുണ്ടാകും. ആ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഇന്ന് ഓമല്ലൂർ ക്ഷേത്രത്തിലായിരിക്കും ഇന്ന് രഥഘോഷയാത്ര അവസാനിക്കുക. തുടർന്ന് നാളെ വീണ്ടും ഘോഷയാത്ര ആരംഭിക്കും. അങ്ങനെ 25-ാം തീയതി ഉച്ചയോടെ പമ്പയിൽ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് പമ്പയിൽ നിന്നും ആഘോഷപൂർവ്വം മല കയറി ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കി അവിടെയായിരിക്കും സ്വീകരിക്കുക. ശബരിമല നടയിലേക്ക് എത്തിക്കാനുള്ള സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള തങ്കയങ്കി ശരംകുത്തിയിലായിരിക്കും ഔദ്യോഗികമായി സ്വീകരിക്കുക. തുടർന്ന് 18-ാം പടി കയറി മുകളിൽ തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്ക് വിഗ്രഹത്തിൽ ചാർത്തുന്നതായിരിക്കും ചടങ്ങ്. എന്തായാലും നിലവിൽ ക്ഷേത്രത്തിൽ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ ഭക്തർക്ക് ഈ തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യമെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിലാണ് ഇപ്പോൾ തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യം ഭക്തർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. 75 കേന്ദ്രങ്ങൾ, ആകെ 75 കേന്ദ്രങ്ങളിലാണ് തങ്കയങ്കി ഘോഷയാത്രയ്ക്കായിട്ട് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് ഓമല്ലൂർ ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിയ ശേഷം അവിടെ വിശ്രമിച്ചതിന് ശേഷം നാളെ വീണ്ടും ഘോഷയാത്ര പുനരാരംഭിക്കും. അങ്ങനെ ഓരോ ദിവസവും ആയി 75 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഒരുക്കും. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശേഷമായിരിക്കും 25-ാം തീയതി ഉച്ചയോടെ പമ്പയിലെത്തുകയും തുടർന്ന് അവിടെ നിന്നും ശരംകുത്തിയിലേക്കെത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗികമായി ഇതിനെ സ്വീകരിക്കുന്ന ചടങ്ങ് നടക്കുക. അതിനുശേഷം പമ്പയിലേക്കെത്തി സന്നിധാനത്ത് അയ്യപ്പന് ചാർത്തി ദീപാരാധനയ്ക്ക് തൊട്ടുമുമ്പ് അയ്യപ്പന് ചാർത്തി ഈ ചടങ്ങ് തങ്കയങ്കി ഘോഷയാത്ര അവസാനിക്കും. ഇത്തരത്തിലാണ് നിലവിൽ ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 7 മണിക്ക് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. അതുപോലെ തന്നെ 25-ാം തീയതി ശബരിമല ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്യും. അത്തരത്തിലാണ് നിലവിൽ ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആതിര. ശരി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.